ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോ വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. വിഷുവിന് ശില്പിയും ഉത്തരിയും റീൽസും സ്റ്റോറീസ് ഒക്കെ ഇട്ടതേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിന്റെ പുറകിൽ എന്തൊക്കെയായിരുന്നു എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ആദ്യം തന്നെ രണ്ടും കൂടെ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ചെയ്ത് പൊസിഷനിലെത്തി. പിന്നെ ഞാനാണ് ഗൈസ് ഇവന്റെ പ്രൊഫഷണൽ ക്യാമറാമാൻ. ഇതിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എസ്തറ്റിക് ബാക്ക്ഗ്രൗണ്ടിനായിട്ട് അമ്മായിന്റെ സാരി കെട്ടിത്തൂക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല പ്ലാൻ ആയിരുന്നു, ബട്ട് ഇവർ ഉദ്ദേശിച്ച പോലെ നടക്കാത്തതുകൊണ്ട് സംഭവം ഫ്ലോപ്പായി. അപ്പോഴും നമ്മുടെ ഉല്ലാസ് ഇവിടെ മൈൻഡ് ക്രാഫ്റ്റിംഗ് കളിച്ച് അവിടെ മുഴുകിയിരിക്കുകയാണ് ആള്. നമ്മുടെ സാരി പ്ലാൻ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇപ്പൊ ടെറസിൽ വന്ന് ആസ്തറ്റിക് സൺകിസ്ഡ് ഫോട്ടോ എടുക്കാൻ ഇരിക്കുകയാണ് ഇപ്പോ. ഇവൻ എങ്ങോട്ടൊക്കെ എന്നെയും കൊണ്ട് പോകുന്നുണ്ടോ അങ്ങോട്ടൊക്കെ ഇവനും വന്നിരിക്കുന്നുണ്ട് ട്ടാ. ഇതൊക്കെ കണ്ട് പഠിക്കുകയാണെന്ന് തോന്നുന്നു പുള്ളി. ഫോട്ടോ ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ചതും പിന്നെ ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ചിട്ടായി ബാക്കി. എസ്തെറ്റിക് ആയിട്ട് വേണമെന്നാ പറയണേ. എടുക്കട്ടെ, സൗകര്യം പോലെ എടുക്കട്ടെ. എന്ത് പോസ് എന്താല്ലേ ഗൈസ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ പോസുകളെ. അങ്ങനെ വെയിലത്ത് നിന്ന് മേക്കപ്പ് ഒക്കെ ഉരുകിയതും വീണ്ടും മേക്കപ്പ് ചെയ്ത് ഇപ്പൊ പച്ചപ്പ് തേടി നമ്മുടെ വീട്ടിന്റെ ടെറസിലെത്തി. ഇതിൽ ഞാൻ ഒരിക്കലും ഇവരെ കുറ്റം പറയാൻ പോണില്ല കേട്ടാ. പച്ചപ്പ് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഇവർക്ക് പറ്റിയ സ്പോട്ടിൽ തന്നെയാണ് ഇവർ വന്നിരിക്കുന്നത്. എത്രയൊക്കെ ഫോട്ടോ എടുത്തിട്ടും എനിക്ക് മതിയാവുക അല്ലാണ്ട് ഇവർക്ക് ഒരു കുലുക്കവും ഇല്ല. അപ്പോഴാണ് വാഴ 2 കാണാൻ പോവാൻ എന്നെ വിഷ്ണു വിളിച്ചത്. അപ്പൊ ഈ വാഴ 3 ബായും പറഞ്ഞ് ഞാൻ ഇറങ്ങി. ബട്ട് ഗൈസ് ഇവിടെ ഒന്നും കഴിഞ്ഞില്ല. പിറ്റേന്ന് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ നമ്മുടെ ചെറുക്കൻ റെഡിയായി എത്തിയിട്ടുണ്ട്. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ഇവൻ ഇതെല്ലാം കണ്ട് പഠിക്കുകയാണെന്ന്.